ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ക്ലാസ്സിലേക്ക് അടുക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ മലയാളത്തിൻ്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. പ്രവർത്തനം 1, ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. പുറത്തു നിന്നുള്ള ഒരു പാസേജാണ് തന്നിട്ടുള്ളത്. ആദ്യം അത് വായിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അതിനുമായിട്ട് ബേസ് ചെയ്ത 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് ഉത്തരം എഴുതുക. മുറ്റത്തെ മുള്ളുവേലിയിൽ ചിറകു കുരുങ്ങി ഒരു തത്തക്കുഞ്ഞ്. ഉണ്ണിക്കുട്ടൻ ഓടിച്ചെന്നതിനെ എടുത്തു. ഭാഗ്യം, പരിക്കൊന്നുമില്ല. പച്ചയുടുപ്പിട്ട പോലെ നനുത്ത തൂവലും നല്ല ചെഞ്ചുണ്ടുമുള്ള സുന്ദരി തത്ത. ഉണ്ണി അവളെ കൂട്ടിലാക്കി. ഒരു പാത്രത്തിൽ ചോറെടുത്തു കൊടുത്തു. തത്തക്കുഞ്ഞ് കഴിക്കുന്നില്ല. പകരം ഉച്ചത്തിൽ കരച്ചിലാണ്. ഉണ്ണിക്ക് സങ്കടം വന്നു. പട്ടിണി കിടന്നാൽ ഇത് ചത്തുപോകില്ലേ? ഇനി എന്തു ചെയ്യും? അമ്മയോട് ചോദിക്കാം. അമ്മയെ എന്ന് വിളിച്ചു ഉണ്ണി വീട്ടിലേക്ക് ഓടി. അമ്മയെ കാണാതെ ഉണ്ണി ആകെ വിഷമിച്ചു. ഒന്ന് കുളിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ട് വന്നു. ഓ ആശ്വാസം! പിന്നൊന്നും ആലോചിച്ചില്ല. ഉണ്ണി ചായ്പിലേക്ക് ചെന്ന് തത്തക്കുഞ്ഞിനെ പുറത്തേക്ക് പറത്തിവിട്ടു. വേഗം അമ്മയുടെ അടുത്ത് പൊക്കോളൂട്ടോ, അവൻ തത്തക്കുഞ്ഞിനോട് പറഞ്ഞു. അപ്പം ഇതാണ് കഥ. ഇനി ഇതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ചോദ്യം A, ഉണ്ണിക്ക് കിട്ടിയ തത്തക്കുഞ്ഞിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? പച്ചയുടുപ്പിട്ട പോലെ നനുത്ത തൂവലും നല്ല ചെഞ്ചുണ്ടുമുള്ള സുന്ദരി തത്തയായിരുന്നു. ചോദ്യം B, തത്തക്കുഞ്ഞ് ഭക്ഷണം കഴിക്കാത്തതിന് കാരണം എന്താവും? തത്തക്കുഞ്ഞിന്റെ അമ്മയെ കാണാത്തത് കൊണ്ടാണ്. ചോദ്യം C, മാതൃക നോക്കി പൂരിപ്പിക്കുക. മുള്ളുവേലി, മുള്ളുകൊണ്ടുള്ള വേലി. തത്തക്കുഞ്ഞ്, തത്തയുടെ കുഞ്ഞ്. വെള്ളിക്കരണ്ടി, വെള്ളി കൊണ്ടുള്ള കരണ്ടി അല്ലെങ്കിൽ വെള്ളി നിറത്തിലുള്ള കരണ്ടി എന്ന് നമുക്ക് പറയാം. ചോദ്യം D, പിരിച്ചെഴുതുക. ചോറെടുത്തു എന്നതിനെ ചോറ് അധികം എടുത്തു എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ഓടിച്ചെന്നു എന്നതിനെ ഓടി പ്ലസ് ചെന്നു എന്നെഴുതാം. പ്രവർത്തനം 2, വരികൾ കൂട്ടിച്ചേർക്കുക. കാട്ടിലെ കുറുക്കന് കാക്കച്ചിപ്പെണ്ണുമായി കാട്ടിലെ പന്തലിൽ കല്യാണം. കണ്ടോരും കേട്ടോരും കല്യാണം കൂടാനായി കാട്ടിലെ പന്തലിൽ ഓടിയെത്തി. മുറിവാലൻ അണ്ണാനും മൂങ്ങയും മുതലയും മൂവന്തി നേരത്ത് വന്നു ചേർന്നു. ഇനി ബാക്കിയുള്ളതാണ് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിന് ശേഷമുള്ളത് പൂരിപ്പിച്ച് എഴുതുന്നുണ്ട് കേട്ടോ. കാക്കയും കൊക്കും മീൻകൊത്തിച്ചാത്തനും കാലത്തു തന്നെ പറന്നിറങ്ങി. പുഴയിലെ മീനുകൾ എല്ലാവരും ചേർന്നിട്ട് തുഴഞ്ഞങ്ങു വേഗമെത്തി. പൂമ്പാറ്റ പെണ്ണും ആ തേനീച്ചക്കുട്ടനും ഒരു കുടം തേനുമായി വേഗമെത്തി. പ്രവർത്തനം 3, സംഭാഷണം എഴുതാം. സംഭാഷണം പൂർത്തിയാക്കുക. സംസ്ഥാന കായികോത്സവത്തിൽ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വൈഷ്ണവുമായി നവകേരളം ചാനലിലെ മുത്തുമണി നടത്തിയ അഭിമുഖ സംഭാഷണം പൂർത്തിയാക്കൂ. ഈ വലിയ വിജയത്തിൽ വൈഷ്ണവിന് എന്തു തോന്നുന്നു? വൈഷ്ണവ്: അഭിമാനവും സന്തോഷവുമുണ്ട്. എനിക്ക് പ്രേരക ശക്തിയായവരോട് കടപ്പാടുമുണ്ട്. മുത്തുമണി: ആരൊക്കെയാണ് വൈഷ്ണവിന് പ്രോത്സാഹനം നൽകിയത്? വൈഷ്ണവ്: എൻ്റെ മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളും. മുത്തുമണി: വൈഷ്ണവിൻ്റെ വിജയത്തിൽ അവരെന്തു പറയുന്നു? വൈഷ്ണവ്: എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ ഉയർന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയത്നിച്ചു. മുത്തുമണി: വൈഷ്ണവിൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. പ്രവർത്തനം 4, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. എയും ബിയും ഉണ്ട്. അതിൽ A ക്വസ്റ്റ്യൻ, വിവരണം തയ്യാറാക്കുക. നാളെ സ്കൂളിൽ നിന്നും ടൂർ പോവുകയാണ്. വിനോദിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തെല്ലാം കാഴ്ചകളായിരിക്കും? മൃഗശാല, കടൽ, മ്യൂസിയം, കൂട്ടുകാര് എല്ലാം കൂടി നല്ല രസമായിരിക്കും. പാതിമയക്കത്തിൽ തനിക്ക് ചിറകുമുളക്കുന്നത് പോലെ സ്വപ്നത്തിൽ വിനോദ് ആകാശത്തേക്ക് പറന്നു. വിനോദ് കണ്ട സ്വപ്നത്തെക്കുറിച്ചുള്ള വിവരണം തയ്യാറാക്കൂ. പറന്ന് ഞാൻ കടലിനു മുകളിലെത്തി. തിരമാല അടിച്ചുയരുന്നു. വെള്ളം പതഞ്ഞു കരയിലേക്ക് അടിച്ചു കയറുന്നു. കുട്ടികൾ കടൽ വെള്ളത്തിൽ ചാടി മറിഞ്ഞു കളിക്കുന്നു. ബലൂണുകളും പട്ടങ്ങളും എല്ലാം ആകാശത്തു കൂടി പറന്നു കളിക്കുന്നു. ആരാണ് നൂലിന്റെ അറ്റം പിടിച്ചിരിക്കുന്നതെന്നറിയാൻ പോലും കഴിയാത്ത അത്ര പട്ടങ്ങൾ ഉയർന്നു പറക്കുന്നു. അവിടെ നിന്നും പറന്ന് ഞാൻ മൃഗശാലയിലാണ് ചെന്നിറങ്ങിയത്. നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുത്ത് ഞാനും ഉള്ളിൽ കയറി. പലതരം പക്ഷികളെയാണ് ആദ്യം കണ്ടത്. ദേശാടന പക്ഷികളും മയിലും എല്ലാം ഇഷ്ടം പോലെ വിഹരിച്ചു നടക്കുന്നു. വന്യമൃഗങ്ങളെ കാണാനായി ഞാൻ നടന്നു. മാനുകളും ജിറാഫും എല്ലാം പുല്ലു തിന്ന് നടക്കുന്നു. അരികിൽ ഒരു അലർച്ച കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു കടുവയാണ്. ഞാൻ നിന്നിരുന്നതിന്റെ പിന്നിലായാണ് കടുവയെ ഇട്ടിരുന്നത്. അത് കമ്പി അരികിൽ നിന്ന് ഒരലർച്ച. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു. ആളുകൾ ഓടിക്കൂടി. അമ്മ എന്നെ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നുവെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രവർത്തനം 4 ബി, കത്തെഴുതുക. ഒരു ഓണക്കാലം.
വർഷങ്ങൾക്കു ശേഷം രാജു നാട്ടിലെത്തി. ഇത്തവണ അമ്മയ്ക്ക് കൂടെ വരാൻ കഴിഞ്ഞിട്ടില്ല. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തെളിഞ്ഞൊഴുകുന്ന പുഴയും തണുത്ത കാറ്റും, എന്ത് സുന്ദരമാണീ നാട്! ഓണക്കാലമായതോടെ ചെടികളൊക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഓർക്കാൻ ഏറെ രസമുള്ള കാലമാണിത്. അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. നാട്ടിലെ വിശേഷങ്ങൾ വിശദീകരിച്ച് രാജു അമ്മയ്ക്ക് എഴുതിയ കത്ത് തയ്യാറാക്കൂ. കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും എഴുതി കൊടുക്കാൻ മറക്കരുതേ. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇവിടെ നാട്ടിലെത്തി. ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ അമ്മയെ കൂടെ കൂട്ടാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ വിഷമം തോന്നുന്നു. അമ്മേ, നമ്മുടെ നാടിപ്പോൾ കാണാൻ എന്തു ഭംഗിയാണെന്നോ! എങ്ങും നല്ല പച്ചപ്പാണ്. പാടത്തെ നെൽച്ചെടികൾ കാറ്റത്താടുന്നത് കാണാൻ നല്ല രസമാണ്. പുഴയിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒഴുകുന്നത്. വൈകുന്നേരങ്ങളിൽ വീശുന്ന തണുത്ത കാറ്റ് മനസ്സിന് വലിയ കുളിർമ നൽകുന്നു. ഓണക്കാലമായതുകൊണ്ട് മുറ്റത്തെ ചെടികളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. തുമ്പയും തെച്ചിയും മുക്കുറ്റിയും ഒക്കെ പറിക്കാൻ ഞാനും കൂട്ടുകാരും പോകാറുണ്ട്. പൂക്കളമിടുമ്പോഴൊക്കെ അമ്മ കൂടെയില്ലാത്തതിന്റെ കുറവ് ഞാൻ അറിയുന്നുണ്ട്. അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാമായിരുന്നു. അമ്മ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കണം. അടുത്ത തവണ വരുമ്പോൾ ഉറപ്പായും അമ്മയെ ഞാൻ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്ന് സ്നേഹത്തോടെ രാജു. പ്രവർത്തനം 5 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ എ, കഥ എഴുതൂ. ഒരു വലിയ മരത്തിന്റെ ചില്ലകളിൽ ധാരാളം പക്ഷികൾ കൂടുവച്ചിരുന്നു. കൂട്ടത്തിൽ ഒരു പ്രാവും ഉണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരെല്ലാം താമസിച്ചിരുന്നത് ദൂരെ മറ്റൊരു മരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ താമസിച്ചിരുന്ന മരത്തിലെ ആരുമായും പ്രാവ് കൂട്ടുകൂടിയിരുന്നില്ല. ഇതിന്റെ ബാക്കിയാണ് കേട്ടോ എഴുതി കൊടുക്കേണ്ടത്. ഒരിക്കൽ അവിടേക്ക് ഒരു വേടൻ വന്നു. പക്ഷികളെ പിടിക്കാനായി അവൻ നിലത്ത് ധാരാളം ധാന്യമണികൾ വിതറി. അതിനു മുകളിൽ ഒരു വലിയ വല വിരിച്ചു. വിശന്നു വലഞ്ഞ പ്രാവ് നിലത്തെ ധാന്യങ്ങൾ കണ്ട് വേഗത്തിൽ താഴേക്ക് പറന്നിറങ്ങി. മറ്റാരോടും ചോദിക്കാതെ ധൃതിയിൽ തീറ്റ തിന്നാൻ തുടങ്ങിയ പ്രാവ് പെട്ടെന്ന് വേടന്റെ വലയിൽ കുടുങ്ങിപ്പോയി. പ്രാവ് എത്ര ശ്രമിച്ചിട്ടും വലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. താൻ ആരോടും കൂട്ടുകൂടാത്തതുകൊണ്ട് തന്നെ സഹായിക്കാൻ ആരും വരില്ലല്ലോ എന്നോർത്ത് പ്രാവ് സങ്കടപ്പെട്ടു. വേടൻ വരുന്നത് കണ്ട് പ്രാവ് പേടിച്ചു കരയാൻ തുടങ്ങി. അപ്പോഴാണ് ആ മരത്തിന്റെ ചുവട്ടിലെ പൊത്തിൽ താമസിക്കുന്ന എലി പുറത്തേക്ക് വന്നത്. അവന് പ്രാവിന്റെ അവസ്ഥ കണ്ട് ദയ തോന്നി. എലി വേഗത്തിൽ ഓടി വന്ന് തന്റെ മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് വലയുടെ നൂലുകൾ ഓരോന്നോരോന്നായി കടിച്ചു മുറിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ വല പൂർണ്ണമായും മുറിഞ്ഞു. പ്രാവ് വേഗത്തിൽ പുറത്തേക്ക് പറന്നു. അങ്ങനെ വേടൻ എത്തുന്നതിന് മുൻപ് തന്നെ പ്രാവ് രക്ഷപ്പെട്ടു. നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടും കൂട്ടായും കഴിയണം. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പ്രാവ് അന്ന് മനസ്സിലാക്കി. 5-ാമത്തേതിൽ ബി ക്വസ്റ്റ്യൻ, പ്രസംഗം തയ്യാറാക്കുക. ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവ ഉൾപ്പെടുത്തി റിപ്പബ്ലിക് ദിന പ്രസംഗം തയ്യാറാക്കൂ. സൂചനകൾ: വൈവിധ്യങ്ങളുടെ നാട്, വിവിധ ഭാഷകൾ, വിവിധ വേഷങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സമരം ചെയ്ത പോരാളികൾ, ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ്, സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഈ വലിയ രാജ്യത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരും പല ആഹാര രീതികളുള്ളവരും പല വേഷങ്ങൾ ധരിക്കുന്നവരും എല്ലാം വളരെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളുടെ ഫലമായാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, സരോജിനി നായിഡു, രാജഗോപാലാചാരി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് എന്നിവർ നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനികളായിരുന്നു. 1950 ജനുവരി 26-നാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയത്. അന്നു മുതലാണ് നമ്മുടെ രാജ്യം സ്വന്തം ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നമ്മുടെ രാജ്യം ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആട്ടോ മക്കളെ നമുക്ക് ഈ ഒരു സെറ്റ് ചോദ്യ പേപ്പറിൽ ചെയ്തു നോക്കാനായിട്ടുള്ളത്. ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ട്, ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4-ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ ചോദ്യ പേപ്പറുകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്